അല്ല, സർക്കാരിന് കണ്ണ് തുറക്കണമെങ്കിൽ ഈ CPM-കാർ ആഘോഷിക്കുന്ന മനുഷ്യരാകണം എന്ന് പറയുന്നത് ഒരു പാട്ട് മാത്രമല്ലാതാകണം. കഴിഞ്ഞ 50 ദിവസമായിട്ട് ഇവർ നടത്തുന്ന ഒരു സമര പോരാട്ടം, ആ സമരം ജീവിത സമരമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. 232 രൂപ കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് ഒരു ദിവസം തള്ളി നീക്കാൻ സാധിക്കില്ല. അവർ വെറും 232 രൂപയ്ക്ക് ജീവിക്കണമെന്ന് പറയുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് സ്ത്രീത്വത്തിനോടുള്ള വെല്ലുവിളിയാണ്. 10 മുതൽ 3 വരെയുള്ള വെയില് കൊണ്ടുകൂടാന്ന് സർക്കാർ അറിയിപ്പ് കൊടുക്കുന്ന സമയത്താണ് അവർ 50 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നത് ഈ കൊടും വേനലിൽ. മന്ത്രി ഒരു 2 ദിവസം നിരാഹാരം ഒന്നിരുന്ന് നോക്കണം. മന്ത്രി ഒരു 2 ദിവസം ഉപവാസം ഇരുന്ന് നോക്കണം. മന്ത്രി ഒരു 2 ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂർ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വെയിലത്തൊന്ന് വന്ന് ഇരുന്ന് നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു സ്ത്രീക്ക് ആദ്യം അറിയാൻ സാധിക്കേണ്ടത് നമ്മുടെ പോലുള്ള മറ്റ് സ്ത്രീകളുടെ മാനസികാവസ്ഥയും പ്രയാസവും ബുദ്ധിമുട്ടും എന്താണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വീണ ജോർജ് ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ പോലും സത്യത്തിൽ ദുഃഖമുണ്ട്. തൊഴിലാളി വർഗ പാർട്ടി, തൊഴിലാളികളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമെന്നൊക്കെ പറയുന്നത് ഒരു അധികാരം ഗ്രാബ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗം മാത്രമാണിവർ. ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിലെ മാനസികാവസ്ഥയിലാണ് ഈ സർക്കാർ ജീവിക്കുന്നത്. അവർക്ക് മനുഷ്യത്വമില്ല, മനുഷ്യത്വം മരവിച്ചു പോയി. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 50-ാം ദിവസം പിന്നിടുന്ന വേളയിൽ അവർ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ വീണ എസ് നായരും ഇപ്പോൾ ഐക്യദാർഢ്യവുമായി മുടി മുറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുടി മുറിച്ചുകൊണ്ട് ഇവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്താണ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, സർക്കാരിന് കണ്ണു തുറക്കണമെങ്കിൽ ഈ CPM-കാർ ആഘോഷിക്കുന്ന മനുഷ്യരാകണം എന്ന് പറയുന്നത് ഒരു പാട്ട് മാത്രമല്ലാതാകണം. കാരണം ഈ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം, തൊഴിലാളി വർഗ സ്നേഹം, തൊഴിലാളി വർഗ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പെന്നൊക്കെ പറയുന്നത് വെറും എലക്ഷൻ ക്യാമ്പയിനോ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാനോ ഒക്കെയുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം മാത്രമായിട്ട് കാണുന്നവരാണ് പുതിയ കാലത്തെ CPM എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല എങ്കിൽ കഴിഞ്ഞ 50 ദിവസമായിട്ട് ഇവർ നടത്തുന്ന ഒരു സമര പോരാട്ടം, ആ സമരം ജീവിത സമരമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. നമ്മളിവിടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലേ. ഒരു ദിവസം ജീവിച്ചു പോകാൻ ഒരു കുടുംബത്തിന് എത്ര രൂപ വേണം? മാന്യമായി പട്ടിണി കിടക്കണമെങ്കിൽ പോലും ഒരു 500 രൂപ വേണം അല്ലേ? അങ്ങനെയുള്ള കേരളത്തിലാണ് 2007 മുതൽ ഈ പദ്ധതി തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ഇവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 232 രൂപ കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് ഒരു ദിവസം തള്ളി നീക്കാൻ സാധിക്കില്ല. ഇവർ ചെയ്യുന്ന ജോലി എന്താ? ആദ്യം 2 മണിക്കൂറിൽ തുടങ്ങിയ ജോലിയാണ്, അത് 4 മണിക്കൂറായി, 6 മണിക്കൂറായി, 8 മണിക്കൂറായി, ഇപ്പം ഏതാണ്ട് 24 മണിക്കൂറും ജോലിയാണ്. കാരണം ഉറങ്ങാതെ വീട്ടിലിരുന്ന് രാത്രി റിപ്പോർട്ട് എഴുതലും കാര്യങ്ങളും ചെയ്യേണ്ടത് പോലും ഇവരുടെ ജോലിയാണ് അല്ലേ? കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരുടെ അടുത്ത് വരെ പോയി അവരുടെ കുടുംബത്തിന് വേണ്ട മാനസികവും മറ്റു തരത്തിലുള്ള പിന്തുണകൾ കൊടുക്കേണ്ടവർ, സർക്കാരിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തേണ്ടവർ. അപ്പോൾ 2 മണിക്കൂറിൽ നിന്ന് 24 മണിക്കൂറിലേക്ക് അവരുടെ ജോലിയുടെ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടും അവർ വെറും 232 രൂപയ്ക്ക് ജീവിക്കണമെന്ന് പറയുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് സ്ത്രീത്വത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം 50 ദിവസമായിട്ട് ഇവിടെ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നു. ആ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ കിഡ്നി രോഗികളായിട്ടുള്ള ഭർത്താക്കന്മാർ ഡയാലിസിസ് ചെയ്യാൻ മറ്റംഗങ്ങളെ ഏൽപ്പിച്ചു വിടേണ്ട അവസ്ഥയാണ്. സ്വന്തം ഭർത്താവ് ഡയാലിസിസിന് പോകുമ്പോൾ
കുഞ്ഞുങ്ങളുടെ കാര്യം, ഇതെല്ലാം കളഞ്ഞ് 10 മുതൽ 3 വരെയുള്ള വെയിൽ കൊണ്ടുകൂടാന്ന് സർക്കാർ അറിയിപ്പ് കൊടുക്കുന്ന സമയത്താണ് അവർ 50 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ കൊടും വേനലിൽ രാവും പകലും ഇല്ലാതെ അവർ കിടക്കുകയാണ്, പട്ടിണി ഇരിക്കുകയാണ്, മുടി മുറിക്കുകയാണ്. നങ്ങേലിയുടെ സമരത്തെ എത്ര മഹത്വമാർന്ന സമരമായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. CPM അതിനെ ആഘോഷിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ സ്ത്രീകൾ ചരിത്രം തിരുത്തി എഴുതിയ മണ്ണാണ്. ആ മണ്ണിൽ തീർച്ചയായും ഈ സ്ത്രീകളുടെ കണ്ണീരിന് ഉത്തരം പറയാതിരിക്കാൻ വീണ ജോർജിന് കഴിയില്ല. എന്താണെന്നറിയോ, അവർ പലപ്പോഴും ഇത് ആവശ്യമില്ലാത്ത സമരമാണെന്നുള്ള ഒരു മനോഭാവത്തിലാണ് കഴിഞ്ഞ 50 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാനലിലെ ശീതീകരിച്ച മുറിയിൽ സൗന്ദര്യമൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന് ഒരു ദിവസം ലാറ്ററൽ എൻട്രി വഴി MLA ആയി, വീണ്ടും ലാറ്ററൽ എൻട്രി വഴി മന്ത്രിയായിട്ടുള്ള ഒരാൾക്ക് സമരം എന്താണെന്നോ സമരത്തിന് വേണ്ട ത്യാഗം എന്താണെന്നോ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടായിരിക്കും അവരത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മന്ത്രി ഒരു 2 ദിവസം നിരാഹാരം ഒന്നിരുന്ന് നോക്കണം, മന്ത്രി ഒരു 2 ദിവസം ഉപവാസം ഇരുന്ന് നോക്കണം, മന്ത്രി ഒരു 2 ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വെയിലത്തൊന്ന് വന്ന് ഇരുന്ന് നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. സത്യത്തിൽ ഒരു സ്ത്രീയാണ് വീണ ജോർജ് എന്ന് ആലോചിക്കുന്നതിൽ പോലും എനിക്ക് ലജ്ജയുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ആദ്യം അറിയാൻ സാധിക്കേണ്ടത് നമ്മുടെ പോലുള്ള മറ്റ് സ്ത്രീകളുടെ മാനസികാവസ്ഥയും പ്രയാസവും ബുദ്ധിമുട്ടും എന്താണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വീണ ജോർജ് ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ പോലും സത്യത്തിൽ ദുഃഖമുണ്ട്. വനിതാ മതിൽ കെട്ടാൻ ബിരിയാണിയും സോഫ്റ്റ് ഡ്രിങ്കും വാങ്ങിച്ചു കൊടുത്ത് വനിതാ മതിൽ കെട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീ തുല്യതയും സ്ത്രീകൾക്കുള്ള നീതി വാങ്ങിക്കൊടുക്കലും ആവില്ല. സ്ത്രീകൾക്ക് നീതി കൊടുക്കേണ്ടതാ ഈ സമരത്തിനിരിക്കുന്ന സ്ത്രീകൾക്ക് നീതി ആവശ്യമാണ്. അവർക്ക് ആദ്യം നീതി കൊടുക്കണം. ഈ 50-ാം ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും അനുഭാവപൂർണ്ണമായ ഒരു ചർച്ച നടത്തുവാനോ അത്തരത്തിലൊരു തീരുമാനമെടുക്കുവാനോ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ 50 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അതിക്രമിച്ച് കഴിഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് ഈ സമരപന്തലിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 50 ദിവസമായിട്ട് സ്ത്രീകൾ സമരമിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യത്വമുള്ള ആളുകൾക്ക് മനസ്സിളകും. സ്വന്തം വീട്ടിൽ നമുക്ക് നമ്മുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മകള് നമ്മൾ എങ്ങനെയായിരിക്കും അവരിതുപോലൊരു സമരത്തിന് ഇറങ്ങിപ്പോയാലുള്ള മാനസിക നമ്മൾ എന്താണെന്നറിയാമോ? എംപതറ്റിക് ആകണം. മനുഷ്യർ എംപതറ്റിക് ആകണം. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലെന്ന് ചിന്തിക്കാൻ കഴിയണം. അത് ആദ്യം ചിന്തിക്കേണ്ടത് ആരാണ്? കേരളത്തിലെ ആരോഗ്യമന്ത്രിയല്ലേ ചിന്തിക്കേണ്ടത്? ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അല്ല എൻ്റെ മകളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് ആദ്യം ചിന്തിക്കേണ്ടത് സ്ത്രീയായിട്ടുള്ള ആരോഗ്യമന്ത്രിയാണ്. അവർക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആലോചിക്കായിരുന്നു 50 ദിവസമായിട്ട് ഇവരോട് എന്താ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്? ഇവരോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ ആശാവർക്കർമാർക്ക് ഒപ്പമാണ് എന്ന്. അതെ, ഇവർക്ക് വേട്ടക്കാർക്കൊപ്പവും ഇരയ്ക്കൊപ്പവും ഒരുമിച്ച് സഞ്ചരിക്കുന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ്. എപ്പോഴും ഇവർ ഇതുപോലെ പഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കാറുണ്ട്. പക്ഷെ അതുപോലെയാണോ അവർ നടക്കുന്നത്? അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തൊഴിലാളി വർഗ പാർട്ടി, തൊഴിലാളികളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമെന്നൊക്കെ പറയുന്നത് ഒരു അധികാരം ഗ്രാബ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗം മാത്രമാണ് ഇവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, ഇവർ ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അവരുടെ മനോഭാവം, മാനസികാവസ്ഥ, ജീവിത രീതി, 38 വണ്ടിയായിട്ട് ഇങ്ങനെ സെക്രട്ടറി ഇതിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ പാഞ്ഞു പോകുന്നത് അല്ലേ? അതൊരു തൊഴിലാളി സ്നേഹമുള്ള തൊഴിലാളിയായി ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിച്ചൊന്നും ഒരാൾക്ക് പറ്റുമോ? ഇല്ല. ഇപ്പം മുതലാളിത്തത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പം അവർ AC ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിലെ മാനസികാവസ്ഥയിലാണ് ഈ സർക്കാർ ജീവിക്കുന്നത്. അവർക്ക് മനുഷ്യത്വമില്ല, മനുഷ്യത്വം മരവിച്ചു പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളുടെ സമരം കാണാതിരിക്കുമോ? എന്തുകൊണ്ടാണ് ഇതിനെ കാണാത്ത മട്ടിലിരിക്കുന്നതെന്ന് അത് കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ വന്നിരിക്കുക. ക്യാപ്റ്റനെങ്കിലും അറിയണമല്ലോ. ഈ സർക്കാരിൻ്റെ ക്യാപ്റ്റനെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അറിയണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം, അവിടെ കുറേ പെണ്ണുങ്ങൾ വന്ന് സമരം ഇരിക്കുന്നു, കുറേ പെണ്ണുങ്ങൾ വന്ന് നിരാഹാരം ഇരിക്കുന്നു, കുറേ പെണ്ണുങ്ങൾ വന്ന് മുടി മുറിക്കുന്നു. എന്താ? ആ മാനസികാവസ്ഥയിലാണ് ഈ സർക്കാർ കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീരിനെ. കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കുടുംബങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവരാണ് ഇവർ.
ഇവർ കോവിഡ് കാലത്ത് നമ്മുടെ വീട്ടിൽ അവരുടെ ജീവൻ പണയം വെച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ഓരോ ഘട്ടത്തിലും വേണ്ട കാര്യങ്ങൾ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്യും. ഇവർ വെറും ജോലിക്ക് വന്നു പോകുന്നവരല്ല, ഇവർ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ വീടിനകത്തുള്ള ഒരാളെ മറ്റൊരാൾ നോവിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതേ മാനസികാവസ്ഥയാണ് കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഇന്നുള്ളത്. ആ കുടുംബാംഗങ്ങൾ ഇവർക്കൊപ്പമാണ്, ആ കുടുംബങ്ങൾ ഇവർക്കൊപ്പമാണ്, സ്ത്രീകൾ ഇവർക്കൊപ്പമാണ്. ആ സ്ത്രീകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാത്ത പക്ഷം ഈ സ്ത്രീകളുടെ കണ്ണീരിൽ വെന്ത വെണ്ണീറാകാൻ പോകുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെയും വീണ ജോർജിൻ്റെയും സർക്കാർ എന്നുള്ളത് വിനയത്തോടുകൂടി ഒന്ന് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വളരെ നന്ദി നമ്മളോട് പ്രതികരിച്ചതിൽ. എന്തായാലും ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മമാരുടെ കണ്ണീരിൽ പിണറായി സർക്കാർ വെന്ത് ഉരുകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഈ ആശാവർക്കർമാരുടെ വിഷയം ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും അനുഭാവപൂർണമായി നമ്മുടെ സർക്കാർ കേൾക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.